ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ദോശ വിശേഷങ്ങളായാലോ. ഒരു 5 തരം ദോശ ഒരേ കല്ലിൽ ഒരേ മാവിൽ നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം തന്നെ നാവിൽ കൊതിയൂറും നെയ് റോസ്റ്റ്, നല്ല മൊരിഞ്ഞ ഒടിച്ചാൽ ഒടിയുന്ന നെയ് റോസ്റ്റ്. അതെനിക്കുള്ളതാണ്, ഞാൻ ആർക്കും തരൂല്ല. അടുത്ത മീനാണോ? ഒരടിപൊളി നെയ് റോസ്റ്റ് റെഡി. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണിയൻ ഊത്തപ്പം. അതിനുവേണ്ടി മാവ് കട്ടിയിലൊഴിക്കുക. അല്പം സവാള കൊത്തിയരിഞ്ഞത്, 1-2 പച്ചമുളക് കനം കുറച്ചരിഞ്ഞത്, ഉപ്പ് ചേർത്ത് തിരുമ്മി മാറ്റി വെച്ചേക്കണം. ദോശ മാവ് ഒഴിച്ച് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ മീതെ നമ്മൾ സവാള കൊത്തിയരിഞ്ഞത് വിതറി കൊടുക്കുക. അപ്പോൾ അതിലൊന്ന് പിടിച്ച് വെന്ത് വരുമ്പോഴേക്കും ഒരല്പം എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. എന്നിട്ട് മറിച്ചിട്ട് മൊരിച്ച് എടുക്കുക. ഓണിയൻ ഊത്തപ്പം റെഡി. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഓണിയൻ ഊത്തപ്പം റെഡി. കൊതി വയ്ക്കേണ്ട രമണ, ഇത് അമ്മയ്ക്കുള്ളതാണ്. അടുത്തതായി നമ്മുടെ തട്ടിൽ കുട്ടി ദോശ. ചായക്കട ദോശ എന്ന് പറയത്തില്ലേ, തട്ട് ദോശ എന്ന് പറയത്തില്ലേ, അത് തന്നെ. ഒരു ചെറിയ വലിപ്പത്തിലൊഴിച്ച് അത് തിരിച്ചിട്ട് മൊരിച്ച് എടുത്താൽ തട്ട് ദോശ റെഡി. തട്ട് ദോശയ്ക്ക് അധികം വലിപ്പമില്ല, വലിപ്പം കുറവ്, വണ്ണം കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ തട്ട് ദോശ റെഡി. എടുക്കല്ലേ ഫോട്ടോ എടുത്തോട്ടെ. എടുത്തോ. അപ്പോൾ നമ്മുടെ തട്ട് ദോശ റെഡി. കൊതി വയ്ക്കില്ലേ, ഇത് മുത്തിനുള്ളതാണ്. അടുത്തത് നമ്മളുടെ ഒണിയൻ ദോശ പോലെ തന്നെയാണ് ക്യാരറ്റ് ദോശയും. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് പച്ചമുളകും അരിഞ്ഞ് ഒരു നുള്ളി ഉപ്പും ചേർത്ത് തിരുമ്മി മാറ്റി വയ്ക്കുക. ഇതിൻ്റെ ദോശ കനത്തിൽ വേണമെന്നില്ല. ഓണിയൻ ദോശയ്ക്ക് അല്പം കനത്തിലാണ് എടുക്കുന്നത്, ക്യാരറ്റ് ദോശയ്ക്ക് കനം വേണമെന്നില്ല. സാധാരണ ദോശ പോലെ ഒഴിക്കുക. അതിൻ്റെ മീതെ ഗ്രേറ്റ് ചെയ്ത് ഉപ്പും പച്ചമുളകും കൂടി ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന ക്യാരറ്റ് വിതറി കൊടുക്കുക. അതിന് മീതെ നമുക്ക് നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് വേവിച്ച് എടുക്കുക. അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മറിച്ചിട്ടോ. അങ്ങനെ നമ്മളുടെ ക്യാരറ്റ് ദോശയും റെഡി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.
അടുത്ത ദോശയിലേക്ക് കടക്കാം. ഇത് നമ്മുടെ ശങ്കരിക്കുള്ള കളർഫുൾ ക്യാരറ്റ് ദോശ. കൊതി വയ്ക്കണ്ടെന്നേ പ്ലീസ്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ചേട്ടച്ചാർ ഓടി വന്നിട്ട് പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് മസാല ദോശ മതിയെന്ന്. നമ്മൾ വിട്ടുകൊടുക്കൂ, ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഓണിയൻ ദോശ അമ്മയ്ക്ക് മാറ്റി വെച്ചു. ക്യാരറ്റ് ദോശ ശങ്കരിക്ക് മാറ്റി വയ്ക്കൂ, ശങ്കരിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. മൂന്നാമത്തെ തട്ട് ദോശ മുത്ത് വന്ന് കഴിച്ചിട്ട് പോയി. അപ്പോൾ നമ്മുടെ ചേട്ടച്ചാർക്ക് മസാല ദോശ മതിയെന്ന് പറഞ്ഞു. ഞാൻ നെയ് റോസ്റ്റ് മാറ്റി വെച്ചു കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ നമ്മളോടാണ് കളി. ഇത്തിരി മസാല എടുത്ത് നടുക്കൊണ്ട് വെച്ചു. അതിൻ്റെ മീതെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ഇതൊന്നും നിരത്തിയിട്ട് ഇച്ചിരി നെയ്യും കൂടി ഒന്ന് നെയ്യ് ഒഴിച്ചാൽ മതി. എണ്ണ വേണ്ടതിന് നെയ്യാണ് നല്ലത്. നെയ്യ് ഒഴിച്ചിട്ട് അങ്ങ് പൊളിച്ചു. നെയ്യ് അങ്ങ് മീതെ അങ്ങ് ഒഴിച്ച് കൊടുത്തു. ഇനി അതൊന്ന് ഒരു വശത്തു നിന്ന് മറ്റു വശത്തേക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശ റെഡി. തീർച്ചയായിട്ടും പുള്ളിക്കാരൻ പ്ലേറ്റുമായിട്ട് വന്നിട്ടുണ്ട്. മുഖം വീഡിയോയിൽ കാണിച്ചാൽ എന്നെ തെറി പറയും, അതുകൊണ്ട് ഞാൻ മുഖം കാണിക്കുന്നില്ല, കൈയും പ്ലേറ്റും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മസാല ദോശയും ഇവിടെ റെഡി. അപ്പം അങ്ങനെ ഇന്നത്തെ ദോശ വിഷയം ഇവിടെ അവസാനിക്കുന്നു. ഇത് കൊടുത്തു. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു. അപ്പോൾ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയാൻ മറന്നുപോയി. ഒരു പണി ചെയ്യും, നല്ലൊരു മുളക് ചമ്മന്തി തരാം. അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് കമൻറ്റ് ചെയ്ത് പോയാൽ മതി. ഞാൻ ഇനി സംസാരിക്കുന്നില്ല, കേട്ടല്ലോ. താങ്ക് യു.